ഹായ്, ശ്രീദേവി ട്രാവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുള്ളത് കലൂർ സ്റ്റേഡിയത്തിലുള്ള എക്സ്പോയിലാണ്. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം. ഇത് നമുക്ക് എടുക്കാനും പറ്റില്ല തോന്നുന്നല്ലേ. നല്ല കൂളിംഗ് ഉള്ളോണ്ടേ, നല്ല കൂളിംഗും കൂടി ഉള്ളോണ്ടേ അവര് പൊത്തുവിട്ടത്. അപ്പൊ കോഴിയുടെ എനിക്കറിയിപ്പോ ഇതേ കോഴി എന്ത് ബേഡ്സാണ് ഇത്? തത്ത ഇത് നമുക്ക് എടുക്കാനൊന്നും പറ്റില്ലല്ലോ അവരെ. ഇത് വെറൈറ്റി അത് വരില്ല, അതങ്ങനെ കാണിക്കും. ഇവിടെ ഇപ്പൊ കലൂർ സ്റ്റേഡിയത്തിൽ വന്നു കഴിഞ്ഞാൽ എക്സ്പോയില് മറ്റേ നമ്മുടെ പക്ഷികളെ പുറത്ത് ഇങ്ങനെ വിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ബേഡ്സ് ഉണ്ട്, കുറച്ച് കോഴികളൊക്കെ ഉണ്ട്, കിനിയുണ്ട്, എല്ലാവരും തുറന്നു വിട്ടിരിക്കുകയാണ്. നമുക്കിങ്ങനെ ഇതായിട്ട് ഓപ്പൺ ആയിട്ട് കാണുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്തായാലും അടിപൊളിയാണ്, കംപ്ലീറ്റ് നമ്മളൊരു കാട്ടിൽ ചെന്നൊരു പ്രതീതിയാണ്. കാട്ടില് അതേപോലുള്ള പ്രകൃതികളാണ്. എന്തായാലും കുഴപ്പമില്ല, എല്ലാരും ഓപ്പൺ ആയിട്ട് നടക്കണത്. ഹലോ, അങ്ങനെ പിടിക്കലേട്ടോ. ടൈപ്പ് വിളിക്കുകയാണോ? വേണ്ട 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 വേണ്ട. എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ. എന്താടാ? ഹലോ, ഇവിടെ കയറണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് 150 അത് തന്നെയാണ്. 150. ചിൽഡ്രൻസിന് 5 വയസ്സിന് താഴെ ടിക്കറ്റ് ഇല്ല, ഫ്രീ ആണ്. പക്ഷെ കുറെ ഐറ്റംസ് വരാനുണ്ട്, ബേഡ്സ് എല്ലാം വരാനുണ്ട് ഒത്തിരി. ഇപ്പൊ 3 days ആയിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്. ഇത് എന്തായാലും നല്ല ഒരു ഇതാണ്, കംപ്ലീറ്റ് AC ആണ്. അതുപോലെ തന്നെ എല്ലാ പക്ഷികളെയും അവർ കൊണ്ടുവരുന്നാണ് പറഞ്ഞത്. കുറെയൊക്കെ ഉണ്ട്, ഇപ്പൊ ഓപ്പൺ ആയിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, അടിപൊളിയാണ്. കുഞ്ഞുവാ
വെറുതെ നിൽക്കണ്ട. തോളിട്ട് തോളിട്ട് ചിലയിൽ നിന്നല്ലേ ആ വടകര അതല്ലേ എനിക്ക് പേടിയുള്ളതായത് എടുക്കാൻ ഓടാനൊക്കെ. ഇവിടെ മാറ്റപ്പെട്ടു പോലും ഇതിന് എടുത്തില്ല. രക്തം പിടിച്ചാൽ മതി. കയ്യിലെടുക്കണ ഇത് എടുക്കുന്ന എക്സ്പീരിയൻസിന് 50 രൂപയാണ്. എല്ലാവർക്കും ഇത് നോക്കാം. അടിപൊളിയാണ്. പേടിയുള്ള ആളാണ് നോക്കാം. കടിക്കേ ഒന്നുമില്ല. അപ്പൊ ഇത് എവിടെ ഉറങ്ങും? ഇതിൽ തന്നെ കിടക്കും അല്ലേ? ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ കണ്ടില്ല. ഞങ്ങൾ കണ്ടില്ല. നിങ്ങളവിടെ വെറുതെ ഇരിക്കണമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിച്ചാ അപ്പം വേണോ? കൊത്താവനുണ്ട്. വേണ്ടത് ചിലപ്പോ ദേഷ്യം വരും. അടുത്തൊക്കെ അടുത്ത് തന്നെ എടുക്കണേ. ഇതെങ്ങനെ നിങ്ങൾ കയ്യിൽ ചെയ്ത മാതിരി തന്നെ പറഞ്ഞൊരു തരൂട്ടോ. അപ്പൊ തരൂട്ടോ. പച്ചയാണോ മൃഗമാണോ? നല്ല ഉറങ്ങി സുഖമായി കിടക്കാണ്. പാല് കണ്ട ചെയ്യോ? അല്ലെ ചെയ്യോ? തൊട്ടെ ചെയ്യോ? ഫുഡ് കഴിച്ചാ? ഇവിടെ മെർമെയ്ഡ് ഷോ എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ കാണാൻ വന്നത്. എസ്പോയിൽ കലൂര്. പക്ഷെ അവിടെ വന്നപ്പോഴത്തേക്കും അവിടെ മെർമെയ്ഡിനുള്ള ഇതുമില്ല എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കണ്ട. കാരണം എന്താ വെച്ചാല് കുറെ പക്ഷികളെയും അതിനെയൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട് ഓപ്പണായിട്ട്. അവര് അത് മാത്രമേ കണ്ടുള്ളൂ. പിന്നെ ഒരു സ്നേക്ക് ഉണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്. നമുക്ക് സ്നേക്കിന് എടുക്കുന്നത് വേറെ 50 രൂപ. എന്തായാലും ഇനി ഇപ്പൊ ഉള്ളതൊക്കെ ആർട്ടിഫിഷ്യലാണ് കണ്ടത്. കാർഡുകളൊക്കെ നമ്മൾ കാണിച്ചത്. നല്ലൊരു കാർഡിന്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം പറഞ്ഞാൽ AC ആണ് കംപ്ലീറ്റ്. അപ്പൊ നമുക്ക് വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാമെങ്കിലും പ്രതീക്ഷിക്കുന്ന അത്ര ബേഡ്സോ കാര്യങ്ങളൊന്നും ഇല്ല. അവര് പറഞ്ഞത് ഉടനെ എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഞങ്ങളിപ്പോ 3 days ആയിട്ടായിരിക്കാം. എന്തായാലും കുഴപ്പമില്ല. എന്നാലും ഒത്തിരി പ്രതീക്ഷയോടുകൂടി വരണ്ട. കാണുമ്പോ ബോട്ടൊക്കെ കാണുമ്പോ നമ്മൾ വിചാരിക്കും അടിപൊളിയാണ്, മെർമെയ്ഡ് ഷോ തന്നെയാന്ന് വിചാരിക്കും. ഒന്നും അതിൻ്റെ അകത്ത് കണ്ടില്ല. കണ്ടത് ഇത്രേ ഉള്ളൂ. ആ കാഴ്ചകളാണ് ഞാനിപ്പോ കാണിക്കുന്നത്. അപ്പൊ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ കഴിയുകയാണ്. അടുത്ത കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും കാണണം, മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ശ്രീദേവി സദേവൻ.